തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സർക്കാരിനെ വിമർശിച്ച യാക്കോബായ സഭ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രളയമാണ് സർക്കാരിന് വീണ്ടും അവസരം നൽകിയതെന്ന മാർ കൂറിലോസിന്റെ അഭിപ്രായമാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. പുരോഹിതർക്കിടയിൽ ഇങ്ങനെയുള്ള വിവരദോഷികൾ ഉണ്ടാകാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. നമുക്ക് ആ വിമർശനം ആദ്യം ഒന്ന് കേൾക്കാം. ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. അശ്വിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ ഡിയാഗോ, ഇക്കാര്യത്തിൽ ഒരു വിമർശനം പോലും അത് ആ രീതിയിലല്ല മുഖ്യമന്ത്രി ഇപ്പോൾ തിരിച്ച് മറുപടി പറയുന്നത്. അദ്ദേഹത്തിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഇത്രയും ഒരു പ്രകോപനം ഉണ്ടാകുന്ന രീതിയിലായിരുന്നോ വിമർശനം? ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ 3ാം വർഷം അടുക്കുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് അത് പ്രസിദ്ധീകരിക്കുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ ഒരു അതിരൂക്ഷ വിമർശനം ഉണ്ടായിട്ടുള്ളത്. ഈ പുരോഹിതന്മാർക്കിടയിലും വിവരദോഷികളുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കാരണം ഈ രണ്ടാം സർക്കാരിനെ അധികാരത്തിലേറ്റിയത് ഒരു പ്രളയമായിരുന്നു. വീണ്ടും ഒരു പ്രളയം ഇത്തരത്തിൽ ഉണ്ടാകുമെന്ന് സർക്കാർ കരുതണ്ട എന്നുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. ഇതിനെതിരെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത്. കാരണം ഒരു ഇടതുപക്ഷ ചായ്വുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പറയുക കൂടി ചെയ്തിരിക്കുന്നു. അതും ഇത്തരത്തിൽ സർക്കാരിന്റെ ഒരു പ്രവർത്തന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന ഒരു ചടങ്ങിലാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഈ കഴിഞ്ഞ 3 വർഷത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു വികസന നേട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അല്പസമയത്തിന് മുൻപ് സെക്രട്ടേറിയറ്റ് മുന്നിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മന്ത്രിമാരെല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങൾ, നിറവേറ്റിയ വാഗ്ദാനങ്ങളുടെ എണ്ണവും ഇനി ഏതൊക്കെയാണ് ബാക്കിയുള്ളത് എന്നതടക്കം മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഇനി ഈ വരും ദിവസങ്ങളിലും ഇത്തരം ജനമുന്നേറ്റ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഈ ജനത്തിന്റെ സ്നേഹം പറ്റിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ് എന്നും മുഖ്യമന്ത്രി പറയുന്നു. മറ്റൊരു പ്രത്യേകത ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു കനത്ത പരാജയം സർക്കാർ ഏറ്റുവാങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ഇടത് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഇറക്കിയത് എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. എന്തായാലും ഈ സർക്കാരിന്റെ കഴിഞ്ഞ 3 വർഷത്തെ വിവിധ വകുപ്പുകളിലായി നേടിയിട്ടുള്ള ഈ വികസനം, ഈ ഒരു നേട്ടം അടക്കം എണ്ണിപ്പറയുന്നതായിരുന്നു ഈ ഒരു റിപ്പോർട്ട്. ഈ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അതിൽ കൂടുതലായും മറ്റ് കമ്പനികൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഒരു സ്ഥലപരിമിതി കേരളത്തിലുണ്ട്. അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. കർഷകരുടെ പ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കും. ഈ വന്യജീവി അതുപോലെ തന്നെ മനുഷ്യ സംഘർഷം, ഇതിലും പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ശരി, അശ്വിൻ ഡിയാഗോയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.